നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അക്ഷരാർത്ഥത്തിൽ ഹൈക്കോടതിക്ക് എല്ലാം ബോധ്യമായിരിക്കുകയാണ്. ശബരിമലയിൽ നടന്ന സ്വർണ്ണപ്പാളി വിവാദത്തിൽ, ശബരിമലയിൽ നടന്ന സ്വർണ്ണ കൊള്ളയിൽ കൃത്യമായി കാര്യങ്ങൾ ബോധ്യമായിരിക്കുന്നത് സാക്ഷാൽ ഹൈക്കോടതിക്ക് തന്നെയാണ്. കോടതിയിൽ ഒരു തരത്തിലുമുള്ള കളികൾ നടക്കില്ല എന്ന് വ്യക്തമാക്കും തരത്തിൽ ദേവസ്വം ബോർഡിൽ തീയിട്ടാണ് ഹൈക്കോടതിയുടെ പ്രധാനപ്പെട്ട നീക്കം. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ ശാസ്ത്രീയ അന്വേഷണത്തിന് SITക്ക് അനുമതി നൽകി ഹൈക്കോടതി. ഇതിനായി വിവിധ ഇടങ്ങളിൽ നിന്ന് സ്വർണം സാമ്പിൾ ശേഖരിക്കാം. എന്തുമാത്രം സ്വർണം നഷ്ടപ്പെട്ടു എന്ന് കൃത്യമായി കണ്ടെത്തേണ്ടത് SITയുടെ ആവശ്യം തന്നെ, അല്ലെങ്കിൽ SITയുടെ കൃത്യം തന്നെയാണ് എന്ന് മനസ്സിലാക്കുകയാണ് ഹൈക്കോടതി ഇപ്പോൾ ചെയ്യുന്നത്. അതായത് ഉത്തരവിൽ പറയുന്നു, എത്രത്തോളം സ്വർണം നഷ്ടമായി എന്ന കൃത്യമായുള്ള കണക്കുകൾ കണ്ടെത്തേണ്ടതുണ്ടെന്ന് തന്നെയാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. ശ്രീകോവിലിൽ പുതിയ വാതിൽ വെച്ചതിലും അന്വേഷണം നടത്താൻ SITക്ക് കോടതി നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT അന്വേഷണം പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. ശ്രീകോവിലിൽ പുതിയ വാതിൽ വെച്ചതിലും പോറ്റിയെ മുൻനിർത്തി വൻ തട്ടിപ്പ് നടന്നതായി സംശയിക്കുന്നുണ്ട്. ചെന്നൈയിൽ എന്താണ് നടന്നത് എന്ന് കൃത്യമായി അറിയണം. പോറ്റിക്ക് ഉദ്യോഗസ്ഥർ അമിത സ്വാതന്ത്ര്യം നൽകി. പോറ്റി നടത്തിയ പല ഇടപാടുകളിലും ദേവസ്വം ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തുവെന്നും പറഞ്ഞ കോടതി ദേവസ്വം ബോർഡിനെതിരെ ആഞ്ഞടിച്ചു. ആരെല്ലാം സ്വർണ്ണക്കൊള്ളയുടെ ഭാഗമായോ അവരിലേക്ക് എല്ലാ അന്വേഷണവും എത്തണം. ദേവന്റെ സ്വത്ത് സംരക്ഷിക്കുകയാണ് ദേവസ്വം ബോർഡിന്റെ ലക്ഷ്യം. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമോ എന്ന് പരിശോധിക്കണമെന്നും SITയോട് ഹൈക്കോടതി പറഞ്ഞു. അതേസമയം ശബരിമല കൊള്ളയിൽ വാസുവിനെ പ്രതിയാക്കിയത് അതിബുദ്ധി. ആഗോള അയ്യപ്പ സംഗമ വിവാദമായി. ഇതിനിടെയാണ് ദ്വാരപാലക ശില്പപാളി പുറത്തേക്ക് പോയെന്ന വിവരം ഹൈക്കോടതി പറഞ്ഞത്. ആ പാളി നന്നാക്കി വരട്ടെ എന്ന നിലപാടും ഇനി നടപടിക്രമം തെറ്റിക്കരുത് എന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഇതിനിടയിലാണ് താങ്ങുപീഠം കൂടി വേണമെന്ന അതിബുദ്ധിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയത്. ഈ അതിബുദ്ധിയിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. ഇതിന് സമാനമായി വാസുവും അതിബുദ്ധി കാട്ടി. ഇതാണ് വാസുവിനെയും കേസിൽ പ്രതിയാക്കിയത്. ദ്വാരപാലക ശില്പങ്ങളുടെയും ശ്രീകോവിലിന്റെയും മുഖ്യ ജോലികൾ പൂർത്തിയാക്കിയ ശേഷം സ്വർണം ബാക്കിയുണ്ടെന്നും സഹായം ആവശ്യമുള്ള പെൺകുട്ടികളുടെ വിവാഹ ആവശ്യത്തിന് ഇത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞ് കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി വാസുവിന് ഇമെയിൽ അയച്ചു. 2019 ഡിസംബർ 9 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇമെയിൽ തനിക്ക് വന്നിരുന്നു എന്ന വാസുവും പിന്നീട് സമ്മതിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനമാണ് വാസുവിനെ കുടുക്കിയത്. മുൻ ജുഡീഷ്യൽ ഓഫീസറായ വാസു പഴുതുകൾ അടച്ച അന്വേഷണം തന്നിലേക്ക് വരാതിരിക്കാനാണ് നോക്കിയത്. എന്നാൽ ഈ വാർത്താ സമ്മേളനം ഇപ്പോൾ വിനയായി മാറിയിരിക്കുകയാണ്. ഇമെയിൽ വിവാദം വന്നതോടെ പ്രശ്നം മനസ്സിലാക്കിയ വാസു പിറ്റേന്ന് രേഖകളുമായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി. 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ കിട്ടിയ മെയിലിന്റെ കോപ്പിയായിരുന്നു അത്. ഉണ്ണികൃഷ്ണൻ പോറ്റി മെയിലിൽ അയച്ചെങ്കിലും പോറ്റിയും സംഘവും സംഘടിപ്പിച്ച സ്വർണം ബാക്കി വന്നതിന് ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്തമില്ല എന്ന് വാസു പറഞ്ഞു. ആ പ്രയോഗമാണ് വാസുവിന് കുരുക്കായത്. ശബരിമലയുടെ പേരിൽ പിരിവിൽ നടത്തി ഉണ്ടാക്കിയ സ്വർണത്തെ പറ്റി നിസ്സാരമായി വാസു സംസാരിച്ചത് ഗൂഢാലോചനയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം അത്ര ചെറുതല്ല എന്ന നിഗമനത്തിലേക്കാണ് അന്വേഷണ സംഘം എത്തിയത്. വാർത്തകൾക്ക് മുമ്പുള്ള രേഖ വാസുവിന് എവിടെ നിന്നും കിട്ടിയെന്ന സംശയവും നിർണായകമായി. ദേവസ്വം ബോർഡിലെ പല രേഖകളും പോലീസിന് അടക്കം കിട്ടിയത് ഏറെ സമ്മർദ്ദത്തിലാണ്. എന്നിട്ടും മെയിൽ കോപ്പിയുമായി വാസു മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി. ഈ കോപ്പികൾ രായ്ക്ക് രാമായണം എവിടെ നിന്ന് കിട്ടിയെന്നും സംശയമുണ്ടാക്കി. നടന്നത് തട്ടിപ്പാണെന്ന് അത് അറിയാമായിരുന്ന വാസു അന്നത്തെ ഫയലുകളുടെ കോപ്പി എടുത്ത് സൂക്ഷിക്കുകയായിരുന്നു എന്നാണ് ഒരു നിഗമനം. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ദേവസ്വം ജീവനക്കാരിൽ സ്വന്തക്കാരായ അവരെ കൊണ്ട് ഫയലിൽ നിന്ന് കോപ്പി എടുപ്പിച്ചതാകാം എന്ന നിഗമനത്തിലും അന്വേഷണ സംഘം എത്തി. ശബരിമല കട്ടിളപ്പാളിയിലെ സ്വർണം തട്ടിയെടുത്തെന്ന കേസിൽ അറസ്റ്റിലായ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 10-ാം തീയതി വരെ കസ്റ്റഡിയിൽ വിട്ടു. റാന്നി 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഉത്തരവിട്ടത്. കസ്റ്റഡിയിലെ പ്രതിഭാഗം അഭിഭാഷകൻ എതിർത്തെങ്കിലും കോടതി പരിഗണിച്ചില്ല. പുറത്തേക്ക് എത്തിച്ചപ്പോൾ അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്ന് പോറ്റി വിളിച്ചു പറയുകയുണ്ടായിരുന്നു. ഇയാളെ കസ്റ്റഡിയിൽ കൂടുതൽ ചോദ്യം ചെയ്ത ശേഷമാകും ദ്വാരപാലക പാളി കേസിലെ 3-ാം പ്രതി ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ കസ്റ്റഡി അപേക്ഷ നൽകുക.